ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന തുളസിയേട്ടനെ മഞ്ജിമയും സന്നയും ചേർന്ന് വെള്ളമൊക്കെ മുഖത്ത് തെളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവര് തുളസിയേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, വല്ല നെഞ്ചുവേദനയുണ്ടോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രമോഹൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം തുളസിയേട്ടൻ പ്രസന്നയോടും മഞ്ജിമയോടും പറയാണ്. കൊച്ചിന്റെ തന്തയ്ക്ക് എന്തോ അപകടം പറ്റി, അയാളുടെ ഭാര്യയും മരിച്ചു എന്ന് പറയുമ്പോ പ്രസന്നയും മഞ്ജിമയും ആകെ ഷോക്കാവുകയാണ്. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ മഞ്ജിമയും തുളസിയേട്ടനും പ്രസന്നയും അങ്ങനെ വീട്ടുമുറ്റത്തിരിക്കുകയാണ്. പിന്നീട് ചന്ദ്രമോഹൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം മഞ്ജിമ മീനാക്ഷിയോട് പോയി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ടും മീനാക്ഷി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി അച്ഛൻ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തുളസിയേട്ടൻ ചന്ദ്രമോഹനെ വിളിക്കുകയാണ്. വീണ്ടും ചന്ദ്രമോഹനോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. മീനാക്ഷി പ്രസവിച്ച ഈ കുഞ്ഞിനെ ഞാനിനി എന്തു ചെയ്യണം, ഇല്ലെങ്കിൽ അതിനെ നിങ്ങൾ കൊണ്ടുപോകണം, എങ്കിൽ അതിനെ വല്ല അനാഥാലയത്തിലാക്കുമെന്ന് തുളസിയേട്ടൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചന്ദ്രമോഹന് എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മീനാക്ഷിയുടെ അടുത്തിരുന്നു കൊണ്ട് ഫോണിലൂടെ ചന്ദ്രമോഹനോട് സംസാരിക്കുകയാണ് മഞ്ജുവും ചന്ദ്രമോഹനോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും, ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും വന്നു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നൊക്കെ മഞ്ജു ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്. മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ഇത് പറയണമെന്നറിയാതെ ആകെ തകർന്നങ്ങനെ മഞ്ജു ഫോണിലൂടെ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് വളരെ നിഷ്കളങ്കമായി കുട്ടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.